ഓവനോ മുട്ടയോ പഞ്ചസാരയോ ഒന്നുമില്ലാതെ അടിപൊളിയായിട്ടൊരു റാഗി കേക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം ഇതാണ് കേട്ടോ. പക്ഷെ ചെറുതായിട്ടൊരു പണി കിട്ടിയേ. എല്ലാവർക്കും മനസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ റാഗി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാവേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ഒന്ന് അരിച്ചു കൊടുത്താലും നന്നായിരിക്കും കേട്ടോ. ഇത് നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിച്ചത് കൊണ്ട് തന്നെ വലിയ തരികളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കേട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അത് 1/4 ടീസ്പൂണാണ്. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റാഗി പൗഡറിന് 1/2 കപ്പ് ശർക്കരപ്പൊടി തന്നെ ചേർക്കുന്നുണ്ട്. മധുരം കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി നമ്മളെടുത്ത് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂണാണ്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് തൈരാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് നമുക്ക് പാല് വേണം. അപ്പോൾ പാല് നമ്മൾ കാച്ചാത്ത തണുപ്പില്ലാത്ത പാലാണ്. അത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഇത്തിരി വാനില എസൻസും 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കാം. എണ്ണ ഏത് വേണേലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഇല്ലെങ്കിൽ പകരം ബട്ടർ ആയാലും മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കട്ടി കൂടുതലാണെങ്കിൽ പാൽ ആവശ്യാനുസരണം ചേർത്ത് ഈ ഒരു ടൈപ്പിൽ നമ്മുടെ ബാറ്റർ റെഡിയാക്കാം. ഇനി നമുക്കിത് വേണേൽ ഇഡ്ഡലി പാത്രത്തിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കുട്ടിയൊക്കെ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലുള്ള 2 ബൗളിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും താഴെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും എനിക്ക് പണി കിട്ടിയത് ഇവിടെയാണ് കേട്ടോ. നമ്മുടെ പാത്രത്തിൽ ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. അതിൻ്റെ ഒരു 1/4 ഭാഗമോ 1/2 ഭാഗമോ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തന്നെയാണ് ഒഴിച്ചത്. എന്നിട്ട് നമ്മളിത് അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2-3 കഷ്ണം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പാത്രത്തിൽ കുറച്ചുകൂടെ സ്ഥലം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ കുറച്ചുകൂടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് ആ പാത്രം ഫുള്ളാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കേക്ക് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ പാത്രം നിറച്ച് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഇതാ കുറച്ചുകൂടെ ഡാർക്ക് ചോക്ലേറ്റ് എൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്ത് ലാസ്റ്റ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല രസമാണ്, നല്ല സ്മെല്ലും ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ചുള്ള ബാറ്റർ ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ഇഡലി പാത്രത്തിലേക്ക് നമ്മൾ വെള്ളമൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്ന ബൗൾസ് ഇഡലി തട്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും പറയുകയാണ്, നമുക്ക് ഡയറക്റ്റ് ഇഡലി തട്ടിൽ തന്നെ നമ്മൾ ഇഡലിക്ക് ഒഴിക്കുന്ന പോലെയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. 20 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്ററെല്ലാം നമ്മൾ ഉള്ളിൽ വെച്ച് നമ്മുടെ ഇഡലി പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അത് കഴിഞ്ഞ് നല്ലോണം തണുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഇഡലി തട്ടൊക്കെ പുറത്ത് വെച്ച് കേട്ടോ. ഞാൻ വളരെ കുറച്ച് ബാറ്റർ ഒഴിച്ച് ആ ഒരു തട്ടിലെ കേക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ ഒത്തിരി ഒഴിച്ച് വെച്ച് ആ ഒരു ഇത് നന്നായിട്ട് ആ കേക്കൊക്കെ വെന്ത് വെടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ടേസ്റ്റ് വൈസ് സംഭവം എല്ലാം അടിപൊളിയായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ശരിയായ ഒരു കേക്ക് തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടേ. നല്ല സോഫ്റ്റും ആയിരുന്നു, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെത് ഒരു ലാവ പോലെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.